നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാനിഫെസ്റ്റിംഗ് ലവ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഗോൾ, ലക്ഷ്യം പൂർണ്ണ സ്നേഹമാണ്. ഗോഡ് ഇസ് ലവ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രപഞ്ചം മുഴുവൻ സ്നേഹം തന്നെയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് കെയർ ചെയ്യുന്ന ഒരു പ്രപഞ്ചം നമ്മൾക്കിവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നു. അതുമാത്രമല്ല, നമ്മൾ ഇന്ദ്രിയ തലത്തിലേക്ക് വീഴാതിരിക്കാനായിട്ട്, നമ്മുടെ സ്വാർത്ഥ തലത്തിലേക്ക് വീഴാതിരിക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളും പ്രപഞ്ചം നൽകുന്നു. നമ്മൾ ആ പൂർണ്ണ സ്നേഹത്തിൽ നിന്ന് വഴിതെറ്റിയിട്ട് അഹംബോധം പല ചാലുകളിലേക്കും ഒഴുകുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. അതാണ് നമ്മൾ മിസറീസ് എന്ന് പറയുന്നത്, വിഷമങ്ങൾ എന്ന് പറയുന്നത്. പേരൻസ് കുട്ടികളെ ശരിയായിട്ടുള്ള ഡയറക്ഷനിൽ കൊണ്ടുപോകുന്ന പോലെ, ഇപ്പോൾ കുട്ടി അച്ഛനും കൂടി ഫുട്പാത്ത് കൂടെ നടക്കുകയാണ്. കുട്ടി റോഡിൻ്റെ സൈഡിലേക്കല്ല നടത്തുക, ഇപ്പുറത്താണ് നടത്തുക. കുട്ടി ഒരിക്കലും റോഡിലേക്ക് പോകരുത്. എന്തെങ്കിലും രീതിയിൽ വഴി മാറുന്ന വേഗം പിടിക്കുന്നു. കുട്ടിക്ക് ഓടി രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ പേരൻസിൻ്റെ ഗൈഡൻസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ഒരു ഗൈഡൻസ് നമുക്ക് കാണാം.
നമ്മൾ ശരിക്കും പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ നമുക്കുണ്ടാവുന്നു. നമ്മൾ സ്വഭാവ രൂപീകരണത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, സ്വാർത്ഥത കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ നമുക്കുണ്ടാവുന്നു. മനസ്സിൽ ഭാരം അനുഭവിക്കുന്നു, കുറ്റബോധം തോന്നുന്നു, ശരിയാക്കണമെന്ന് തോന്നുന്നു, ഒളിച്ചിരിക്കാൻ തോന്നുന്നു, വീക്കെൻഡ് ആവുന്നു, ശക്തി കുറഞ്ഞപ്പോൾ തോന്നുന്നു. ഇതൊക്കെ പ്രകൃതി, പ്രപഞ്ചം നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള ഓരോ ഇൻഡിക്കേഷൻസ് തരികയാണ്, സൂചനകൾ തരികയാണ്. നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല. ശരിയായിട്ടുള്ള മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. സ്നേഹത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ റിലാക്സ്ഡാണ്, ഹാർമണിയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലായാലും സമൂഹത്തിലായാലും എല്ലാവരും ശരിയായിട്ട് രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ഡിസ്ഹാർമണി ഉണ്ടാവില്ല. ശരീരത്തിൻ്റെ രോഗങ്ങൾ നാച്ചുറലായിട്ടുണ്ടാവുന്നു, അതിനെ വേണ്ട രീതിയിൽ നോക്കുന്നു, അത് പരിചരിക്കാനുള്ള സമൂഹമുണ്ട്, ഫാമിലി ഉണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. നേരെ ഒരു സ്വാർത്ഥ തലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ മിസറി അനുഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പ്രപഞ്ചം നമ്മളെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നമ്മളെ ആ പൂർണ്ണ സ്നേഹമാക്കാൻ വേണ്ടി പ്രപഞ്ചം നമ്മളെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും, പൂർണ്ണ സ്നേഹം എന്നുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കണം, കൃതജ്ഞത കാണിക്കണം എന്ന് പറയുന്നത്. ഓരോ വസ്തുവും ഓരോ ജീവിയും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണ സ്നേഹമായി മാറാൻ. സ്വർണ്ണഖനിയിൽ നിന്ന് സ്വർണം പുറത്തേക്കെടുക്കാൻ അനുഭവിക്കുന്ന വേദന, സ്വർണം പ്യൂരിഫൈ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന വേദന, അത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. സ്വർണ്ണമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വേദനയാണ്, പ്രഷറാണ്. അതുമാതിരി കാർബൺ ഡയമണ്ടായി മാറാനായിട്ട് എത്ര പ്രഷർ അനുഭവിക്കുന്നു. നമ്മളെ പൂർണ്ണ സ്നേഹമാക്കി മാറ്റാൻ പുറമേ നിന്നുള്ള ഈ കറക്റ്റീവ് ഫാക്ടേഴ്സാണ് നമ്മൾ മുഴുവൻ അനുഭവിക്കുന്നത്. എല്ലാ എക്സ്പീരിയൻസസും ശരിയായിട്ടുള്ള ദിശയിൽ, സ്നേഹത്തിൻ്റെ ദിശയിലേക്ക് കൊണ്ടുവരാൻ പതുക്കെ പതുക്കെ മാടി 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 കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് തിരിച്ച് കാണിക്കണ്ടേ? ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ നമ്മുടെ ഈഗോണ് എതിർക്കുന്നത്, അഹംബോധമാണ് കംഫോർട്ട് സോണിലേക്ക് തിരിയുന്നത്. പ്രപഞ്ച ഘടകങ്ങളോ ശരീരമോ ഒന്നും ശരിക്കും നമ്മളെ എതിർക്കുന്നില്ല. അവരൊക്കെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് ഈ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഘടകങ്ങളും നമ്മളുമായിട്ട് യോജിക്കുന്നു. എന്തെങ്കിലും തടസ്സം തരുന്നുണ്ടെന്ന് നമ്മുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത്, വി ആർ ഇൻ ബട്ട് സ്ലേവ്സ് ഓഫ് വിഷസ് പുട്ടിംഗ് പാർട്ട് ടു അവർ അഡ്വാൻസ്മെൻറ്റ്. തടസ്സം വരുന്നത് ആഗ്രഹം കൊണ്ടാണ്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. അവരൊക്കെ കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, ഇച്ഛാശക്തി ഉപയോഗിച്ചിട്ട് ശരിയായിട്ട് ദിശയിലേക്ക് നമ്മൾ തന്നെ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ എതിർപ്പുണ്ടാക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ധ്യാനത്തിന് ഇരിക്കുമ്പോൾ നമ്മളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു, ആസനസ്ഥരായി സഹായിക്കുന്നു. ചിന്തകളെ നമ്മൾ അവഗണിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ചിന്തകൾ അകന്നു പോകുന്നു. ഞാനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ധ്യാനം ഈസിയാവും, സമാധി ഈസിയാവും. പിന്നെ മാസ്റ്റർ നമ്മുടെ കൂടെയുണ്ട് ഈ ഭൂമിയിൽ. ആ പൂർണ്ണ സ്നേഹം നൽകാനായിട്ട് ലിവിങ് മാസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. ഇതിന് നമ്മൾ എത്ര കൃതജ്ഞത അർപ്പിച്ചാണ് തീരുക. നമുക്കിത് സാധിക്കും. ഇങ്ങനെയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു ഗുരുനാഥൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് സാധിക്കും. എത്രയൊരു എന്താ പറയുക, ഫുൾ ലവ് ആണ്, കമ്പാഷൻ ലവ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ നമ്മൾ ധ്യാനം കഴിഞ്ഞ് എണീക്കുമ്പോൾ ഇത് തിരിച്ചു നൽകണം. അതാണ് മാനിഫെസ്റ്റിംഗ് ലവ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ സെഷൻ ഡിസ്കസ് ചെയ്തു, സ്നേഹം നിറയ്ക്കുന്ന പാത്രമായി മാറണം അഹംബോധം. സമർപ്പണ ബോധത്തോടുകൂടി പ്രാർത്ഥനാഭാവത്തോடு ഇരിക്കുമ്പോൾ അത് അങ്ങനെ ഒരു കപ്പാവുന്നു. സ്നേഹം മാത്രം, നമ്മൾ മാസ്റ്റർ നേരെ തിരിയുന്നു, ഒന്നും ചോദിക്കാതെ ഇരിക്കുന്നു. അപ്പോൾ സ്നേഹം നിറഞ്ഞ പാത്രമായി. പിന്നെ ഈ ജീവിതത്തിലേക്ക് ഇറങ്ങണം. എങ്ങനെയാണ് നമ്മളത് നൽകേണ്ടത്? ഈ പാത്രം നമ്മൾ അതേപോലെ തന്നെ ആ പ്യൂരിറ്റി മാസ്റ്റർ എങ്ങനെയാണ് തന്നത് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആദ്യം തുടങ്ങേണ്ട ചിന്തയിൽ നിന്നാണ്. ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളോട് നമ്മൾ നമ്മുടെ സ്നേഹം അറിയിക്കുന്നത്, ഉള്ളിൽ നിന്ന് ആ സ്നേഹം ഒഴുകാൻ അനുവദിക്കുക. എവിടെയെങ്കിലും പ്രത്യേകിച്ച് തടസ്സം തോന്നുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, സംഭവങ്ങളായിരിക്കും, പ്രത്യേകിച്ച് അവിടെ ശ്രദ്ധിക്കുക. അവിടേക്ക് സ്നേഹം പോട്ടെ, ആ സ്നേഹം അങ്ങോട്ട് ഒഴുകട്ടെ. അപ്പോൾ ആ ചാല അങ്ങോട്ട് തുറന്നു. നമുക്കൊരു ജനറേറ്റർ ഉണ്ടെങ്കിൽ ജനറേറ്ററിൻ്റെ അടുത്ത വയറിങ്സും എല്ലാം ശരിയാക്കണം. അല്ലെങ്കിൽ ജനറേറ്റർ കേടുവരും, ഷോർട്ടായി പോകും. ഇവിടെ ജനറേറ്റർ കേടുമില്ല, ഈഗോ ബ്ലോക്കാവും. ഈഗോ സറ്റാനിക് സൈഡിലേക്ക്, ശൈത്താൻ എന്ന്
ഈ മറ്റേ ക്രിസ്ത്യൻ ഫിലോസഫറാണ് സറ്റാൻ, അതിലേക്ക് തിരിയുന്നു. നമ്മളാണ് അതിനെ സറ്റാനാക്കി മാറ്റുന്നത്. നമ്മൾ ആ സ്നേഹം നൽകി കഴിഞ്ഞാൽ അവിടെ സറ്റാനില്ല, അത് ഹോളി ഗോസ്റ്റാണ്. അതാണ് ഫാദർ, സൺ ആൻഡ് ഹോളി ഗോസ്റ്റ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആ പരിശുദ്ധമായിട്ടുള്ള ആ സ്നേഹം, അതാണ് ഹോളി ഗോസ്റ്റ്. അതിനെ നമ്മൾ അതേ രീതിയിൽ തന്നെ ഇവിടെ നൽകണം. അങ്ങനെയാകുമ്പോൾ പിതാവ് ചെയ്യുന്ന അതേ പ്രവൃത്തി പുത്രനും ഈ ലോകത്തിൽ നിറവേറ്റാൻ സാധിക്കും. പിതാവിന് ഇത് ചെയ്യാനായിട്ടുള്ളതാണ് പുത്രൻ, അതായത് അഹംബോധം, ഞാൻ ആണ് പുത്രൻ. ആ പുത്രന് പിതാവ് ചെയ്യുന്ന അതേ കഴിവുകളുണ്ട്, അതിവിടെ അതേപോലെ നൽകണം. നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, യോഗമായ ഞാൻ ഇവിടെ അവതരിക്കുമ്പോൾ ആ മായ എൻ്റെ അധീനത്തിലൂടെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് സ്നേഹം എന്നുള്ള ആ ശക്തി ഞാൻ എൻ്റെ കൺട്രോളിലാണ് ഇവിടെ. സ്നേഹമല്ലാതെ ഞാൻ ഇവിടെ ഒന്നും നൽകുന്നില്ല. ഭഗവാൻ ഇവിടെ ചെയ്യുന്നതൊക്കെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ മാത്രം. നമ്മളാണ് ഈ മായയിലേക്ക് താഴേക്ക് തിരിഞ്ഞിട്ട് അതിനെ സറ്റാനാക്കി മാറ്റുന്നത്. ഹോളി ഗോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ അതേ സ്നേഹത്തെ, അതേ പരിശുദ്ധമായിട്ടുള്ള പ്രേമത്തെ ഈ ലോകത്തിലേക്ക് നൽകണം. മെഡിറ്റേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ കുറച്ച് നേരം നമ്മൾ അത് അസിമുലേറ്റ് ചെയ്യണം. സ്നേഹം ഒഴുകാൻ അനുവദിക്കുക, നമ്മുടെ മനസ്സിലൂടെ ഒഴുകാൻ അനുവദിക്കുക. അടുത്ത സ്റ്റേജാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും ശരീരവും. ഇതേക്കുറിച്ച് നമ്മൾ വീണ്ടും ആഴത്തിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.